സൺഡേ ഉച്ചക്കും വൈകുന്നേരം അങ്ങനെ 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ കഴിഞ്ഞിട്ട് താത്താൻ്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പോയത്. അവിടെ എത്തിയപ്പോൾക്ക് ഇസു ഉറങ്ങി. ഓനെ പിന്നെ വിളിച്ചുണർത്തിയാണ്ട് ചെന്നത്. എൻ്റെ അമ്മോൻ്റെ കുട്ടീൻ്റെ നിക്കാഹാണ്, ഒരു റിസോർട്ടിൽ വെച്ചിട്ടേനി. ഞങ്ങളെത്തിയപ്പോൾക്ക് ഉമ്മയും താത്തയും കുട്ടികളൊക്കെ എത്തിയാണ്. ഓരൊക്കെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ വേഗം ഫുഡ് കഴിക്കാനൊക്കെ ചെന്ന് ഇസുവിനൊന്നും വേണ്ട പറഞ്ഞാണ്ട് അവിടെ താഴെ നിലത്തിരുന്നു. ഞാനും കാക്കും അളിയാക്കാരൊക്കെ ഫുഡ് കഴിച്ചു. ഞാൻ ചോറൊന്നും എടുത്തില്ല, കാരണം ഉച്ചക്ക് ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നില്ലേനി. പിന്നെ അവിടെ നിന്നൊരു മിഠായി എടുത്തിട്ട് ഇസുവിന് കൊടുത്തിട്ട് ഓനതൊന്നും വേണ്ട. ഓന് പെട്ടെന്ന് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്ന കണ്ടിട്ട് അങ്ങോട്ട് ചെല്ലണം, അതുകൊണ്ട് അവനൊന്നും കഴിക്കാതൊക്കെ നിന്നീനി. എന്നിട്ട് ഓൻ താത്താൻ്റെ കുട്ടികളെ കൂടെയൊക്കെ കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ ബാപ്പിയൊക്കെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ പോയി, അവരൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ അവന് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുക്കുക വിചാരിച്ചപ്പോൾ ഓന് വേണ്ട പറഞ്ഞാണ്ട് ജ്യൂസ് കൊടുത്തു. അത് കുടിച്ച് പകുതി എത്തിയപ്പോൾ മിഠായി കണ്ടിട്ട് അത് കഴിച്ചാണ്ട് ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ പെട്ടെന്ന് ഫുഡ് തന്നെ കൊടുക്കുക വിചാരിച്ച്. എന്നാൽ പിന്നെ അന്നത്തെ പണി തന്നെ കഴിഞ്ഞ പോലേക്കാനും അവൻ്റെ ഫുഡ് കഴിക്കലായിരുന്നു എനിക്ക്. പക്ഷേ ഫുഡ് കഴിക്കാൻ കുറച്ച് കൂട്ടാക്കിയൊന്നുമില്ല, ഫുള്ളൊന്നും കഴിച്ചില്ല, കുറച്ചൊക്കെ കഴിച്ച് കണ്ട് ഞങ്ങൾ പിന്നെ നേരെ സ്റ്റേജിൻ്റെ അവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണാൻ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കേക്ക് കട്ടയിലും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾക്കൊരു പീസ് കേക്കൊക്കെ കിട്ടി. ഇസുവിന് കൊടുത്തിട്ട് ഓൻ കഴിച്ചൊന്നുമില്ല, ഏതായാലും ഭാഗ്യം എന്ന് വിചാരിച്ച് ഞാൻ ഫുള്ളാണ് കഴിച്ച്. പിന്നെ അവിടെ ചെക്കൻ്റെയൊക്കെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെയും പോയി കുട്ടികളൊക്കെ കളിക്കണ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഊഞ്ഞാലിയിലൊക്കെ ആടിയതിന് ശേഷം ഇസു കുറേ ടൈം ഓരൊക്കെ കൂടെ അങ്ങനെ കളിച്ചു. പരിപാടിക്ക് ലാസ്റ്റ് എത്തിയപ്പോൾക്ക് കുട്ടിസഭകളൊക്കെ മൊത്തം കയറി അവിടെ ചാടി കളിക്കേനി. പക്ഷേ ഇസു അവിടെ ഒന്നും കയറിയില്ല, ഓൻ അതൊക്കെ പേടിയിട്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. കല്യാണത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് പൂളേനി. ഇസുവിനയിൽ ആദ്യം ഇറങ്ങിയപ്പോഴൊക്കെ ഭയങ്കര പേടിയേനി, കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്നും ഇറങ്ങിയില്ലേനി, എല്ലാവരും പോയതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇസുവിൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ മാറി ഓൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കാൻ തുടങ്ങി. പിന്നെ ഓനയിന്ന് കയറാനുള്ള പൂതി തന്നെയല്ലേനി. ഓന് തണുത്ത് വറക്കുന്നുണ്ട്, പക്ഷേ ഓൻ കയറൂല. വീട്ടിലെത്തിയപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞിനി. അപ്പോൾ എനിക്ക് നല്ലോണം വിശന്നപ്പോൾ അവിടുന്ന് ബാക്കി വരുന്ന ഫുഡും അതേപോലെ തന്നെ തലേദിവസത്തെ കേക്കൊക്കെ കഴിച്ച് താത്താൻ്റെ കുട്ടിയും എൻ്റെ കൂടെ കൂടി ഓളും കഴിച്ച്. കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ ടൈം അങ്ങനെ ഉമ്മയും താത്തി ഞാനൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നു. എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ അവിടെ തന്നെ സോഫയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ അവരൊക്കെ വിളിച്ചുണർത്തിയാണ്ട് റൂമിൽ കൊണ്ടുപോയി കിടത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.